ഓട്ടി കുട്ടി ഇടിയപ്പം. ആ പിന്നല്ലാതെ ആ നല്ല കൊതി കൂർന്ന അടിപൊളിയായിട്ട് കേട്ടോ. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായി ഒരാഗ്രഹം. എന്താണെന്നറിയോ, ഇത്തിരി പോട്ടിയൊന്ന് ഫ്രൈ ചെയ്താലും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അല്ല പിന്നെങ്കിൽ അത് നേരത്തെ പോയി പറഞ്ഞ് റെഡിയാക്കി അങ്ങനെയൊക്കെയാണ് ഇത് കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് ഇതിന്. ഏതായാലും ഇപ്പം ഇറച്ചിക്കടയിലൊക്കെ ഇതേപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അവർ തരും. അപ്പം നമുക്ക് സമയം കളയാതെ അതെങ്ങനെയാണ് പോട്ടി ഫ്രൈ ചെയ്തെന്ന് നോക്കാം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ പോയിട്ട് കഴിക്കുന്നുണ്ട്. ഈ തട്ടുകടയിലൊക്കെ കിട്ടും, ചില കടയിലൊക്കെ പോട്ടി ഫ്രൈ ഇതും പറഞ്ഞു. 2 കിലോ മേടിച്ചിട്ടുണ്ട്. ഏതായാലും ഇറച്ചിയൊക്കെയാണ് ഒരു 4-5 പ്രാവശ്യം കഴുകുക. പക്ഷേ ഇത് അതുപോലല്ല. ഇത് കുറച്ച് സമയം നല്ലപോലെ കഴുകണം. കാര്യം ഏകദേശം ഒരു 10 പ്രാവശ്യമെങ്കിലും നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. കാര്യം ഇത് അങ്ങനത്തെ ഒരു ഐറ്റമാണ്. എത്രത്തോളം ഇത് കഴുകിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം അത് വൃത്തിയായിക്കൊണ്ടേ. അതുകൊണ്ട് നല്ലപോലെ കഴുകിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ. വേണ്ട ഇതേപോലെ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നല്ലപോലെ കഴുകുമ്പോഴത്തേക്ക് തന്നെ അത് നോക്കി കഴുകണം. വേണ്ട ഇതൊക്കെ അതിൻ്റെ അഴുക്കാണ്. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് പണി നടത്തി വെക്കാം. ഇങ്ങനെ നേരടി അങ്ങോട്ട് കഴുകണം. ഇപ്പോൾ നമ്മൾ പോട്ടി കഴുകി റെഡിയാക്കി നല്ല ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ഈ പോട്ടി എന്ന് പറഞ്ഞാൽ പോത്തിൻ്റെയാണ് കേട്ടോ. ഒരടുപ്പ് അങ്ങോട്ട് വെക്കാം. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇതേപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ചു നോക്കാം. വെള്ളം തിളച്ചതിന് ശേഷം തീയൊന്ന് കുറച്ചു. ഈ തിളച്ച വെള്ളത്തിൻ്റെ അകത്തോട്ട് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. താത്തിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കയ്യ ചൂടുവെള്ളം. അപ്പോൾ ഈ പോട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് നമുക്ക് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇതിന് കൊടുത്തിട്ട് കൊടുക്കും. ഇതൊന്ന് ഇളക്കി ഞാൻ ഈ പോട്ടി ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്കൊക്കെയാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിക്കൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് നമ്മളത് ഇട്ട് റെഡിയാക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതിനകത്ത് അഴുക്കും അതുപോലെ തന്നെ ഒരുപാട് നെയ്യും ഒക്കെ അങ്ങ് പൊക്കോളും. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഈ നാരങ്ങാ നീരിൻ്റെ പകരം അല്പം വിനാഗിരി എടുത്തു കൊടുത്താലും മതി. കാരണം ഇതിനൊരു സ്മെല്ലുണ്ട്. നമ്മളെത്ര കഴിയാലും ആ സ്മെല്ലുണ്ട്. അതൊക്കെ പോവുകയും ചെയ്യും ഇങ്ങനെ ചെയ്താൽ. ഇത് നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കണം. 2 മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെ. ഒരല്പം കൂടെ തീ കൂട്ടി വെച്ച് നല്ല പുറത്താകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി എടുക്കാനുള്ള. നമ്മൾ ഇതിൻ്റെ അകത്താണ് കോരി വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകിക്കൊണ്ട് വരണം. ഇത് അപ്പം നല്ലപോലെ തിളയായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇനി നമുക്കിത് കോരി ഇങ്ങോട്ടെടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ആയിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെയാണ് അത് ചെയ്യുന്നത്. കാരണം ഇത് റബ്ബർ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ നമ്മളെ പോട്ടിയല്ല ഇതിനകത്തുനിന്ന് കോരിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ പോട്ടിയുടെ ഒരുപാട് നെയ്യും അതുപോലെ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളം നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ കളഞ്ഞേക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ഇതേപോലെ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മസാലപ്പൊടി അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം കറുവാപ്പട്ട ചുമ്മാ അങ്ങിട്ടാൽ മതി. ഇതിൻ്റെ കൂടെ നൊരിച്ചിട്ട് ഒരു 3-4 ഏലക്കായും കൂടെ, 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം രീതിയിലുള്ള 2 സവാളയാണ്
ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ സവാളയെ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു കൊടുക്കും. ഇനി ഇതൊന്ന് ഇളക്കി ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഉപ്പിട്ടാണ് നമ്മളിത് കോരിയെടുത്തിരിക്കുന്നത്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. ഇതൊന്ന് ചട്ടം കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചെറു ചൂടുവെള്ളം ഒരല്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു വരുന്ന ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പത്തിട്ട് വെക്കണം. ഇനി ഇതൊന്ന് അടച്ചിട്ട് അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കുക്കറിൻ്റെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം അടുപ്പത്തിട്ട് വെക്കാൻ. ഓരോന്നിനും ഓരോ വേവാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 6 മുതൽ 7 വരെയെങ്കിലും വിസിലടിക്കണം. അത്ര സമയം അടുപ്പത്തിരിക്കണം. ഇപ്പോൾ ഒരു 7 വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇത് നേരെ താഴോട്ട് വെക്കുകയാണ്. ഇനി വേകാനുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് വേകട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ഒരു ഉരുളി അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഒരു ഇറച്ചിയുടെ ദോശ അനുസരിച്ച് ഇപ്പം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത്, ഇതൊക്കെ ഓപ്ഷനാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോഴത്തേക്കാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതങ്ങോട്ട് ചെയ്യും. ഈ തേങ്ങയൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ആ വെള്ള കളറൊന്ന് മാറണം. അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ തേങ്ങയുടെ ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു 1/2 കിലോ കൊച്ചുള്ളി, വലുതാണെങ്കിൽ ഒന്ന് മുറിച്ചിടുക, ചെറുതാണെങ്കിൽ മുറിച്ചിടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ കൊച്ചുള്ളി അങ്ങോട്ട് കൊടുക്കാം. ഞാൻ കൊച്ചുള്ളി എടുത്തതേ ഉള്ളൂ. സവോള വേണമെങ്കിൽ സവോള ചേർക്കാമെന്നുള്ളത്. ഉള്ളി ആകുമ്പോൾ കുറച്ചുകൂടെ പേസ്റ്റ് ഉള്ളിക്കല്ലേ, അതുകൊണ്ടാണ് ഉള്ളി എടുത്തത്. ഇനി നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ഇഞ്ചിയും വെളുത്തത് ബാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തോണം, കാര്യം എന്നാ മതി, ഇതൊക്കെ ഇടുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നിലത്തി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബ്രൗൺ നിറമാകണം, അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അത്ര സമയം നമുക്കൊന്ന് ഇളക്കാം. ഇതിപ്പം ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഷംല ഇല്ലായിരുന്നു, 1-2 വീഡിയോയ്ക്കകത്തില്ലായിരുന്നു. എന്നാന്നറിയോ, ആശുപത്രിയിലായിരുന്നു. എന്നാലേ ആ ഡിസ്ചാർജ് ചെയ്തു. അല്ലേ പനി, ഇപ്പോഴത്തെ പനിയും ചുമയൊക്കെ അറിയാമല്ലോ. 3 ദിവസം കിടന്നല്ലേ ആൻറ്റിബയോട്ടിക്കിയുടെ അതിൻ്റെ ഒരു കോഴ്സ്, അത് തീവ്രം വരെ ആശുപത്രി കിടക്കണം. ഏതായാലും ഇപ്പോൾ കുറവായി കഴിഞ്ഞപ്പോൾ പുള്ളി ചാടി വന്നിട്ടുണ്ട്, ഓട്ടി ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്തേക്ക്. ഇപ്പോൾ ആശ്വാസമായി. ഒരുപാട് പേര് ആശുപത്രി കിടപ്പുണ്ട്. എല്ലാവരും ഈ ചുമയും പനി എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് പെട്ടെന്ന് തന്നെ സുഖമായി ഷംലായ്ക്ക്. അത് കാരണം വീട്ടിൽ വീട്ടമ്മമാരല്ല, വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ആശുപത്രിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. അതൊരു സത്യ കാര്യം. ഷംല വന്നേ പിന്നെ ഇതൊക്കെ ഒന്ന് ചെയ്യാം. ഷംല പോട്ടി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. ഇല്ല ഇല്ല, ഇത് പോത്തിൻ്റെ ആയിട്ട് കഴിക്കാം അല്ലേ? അപ്പം ഒത്തിരി 3-4 ദിവസമായിട്ട് മീനും ഇറച്ചിയും ഒന്നും കഴിക്കാതെ കിടക്കില്ലേ. പാവത്തിൻ്റെ ആഗ്രഹമൊക്കെ വായിച്ചു കൊടുക്കണം അല്ലേ? ഇപ്പം തന്നെ ഇതേപോലെ ഒരു ചെറിയ ബ്രൗൺ നിറമാകണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ആയിട്ടുണ്ട്. ഇതിനകത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അല്ലേ? ചിക്കൻ ഒരു 2-3 പച്ചമുളക്, കാര്യം ഇതിന് ഒരുപാട് പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഒരു ചെറിയൊരു എരിവ് മാത്രം മതി. കാര്യം ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇടുന്ന അതൊക്കെ അനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാം. ഇതിപ്പോൾ കുറച്ച് നേരമാണ് ഞാൻ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. വിളക്കാവില്ലോ അല്ലേ? അല്ല, ഇതിപ്പോൾ വേറെ ഉണ്ട്. ഇപ്പം നമ്മൾ 2 പേരും കൂടെ അല്ലേ പാചകം ചെയ്യുന്നത്. കാരണം ഇതെല്ലാം അടുപ്പിച്ച് റെഡിയാക്കാനായിട്ട് ഇവിടുത്തെ ഭാര്യ ഉണ്ടെങ്കിലാണ് സഹായമാകുന്നത്. അല്ല ഒറ്റയ്ക്കാണ് എനിക്ക് വേണ്ട. നല്ലപോലെ ഇളക്കി ഇനി നമുക്കിതിനകത്തിട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ അളവിൽ ആ കാശ്മീരി മുളക് പൊടിയും കിട്ടും. ഇനി 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇടാം. മസാലയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാമെന്ന് കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക്, അതായത് ചതച്ചാണ്, തീരെ പൊടിയല്ല, ഇതേപോലെ തരിയായിട്ട്. അപ്പം ഞാൻ ഇച്ചിരി കുരുമുളകൊക്കെ കൂടുതൽ ഇടക്കട്ടെ അല്ലേ? കാര്യം എരിവ് നോക്കി ഓരോരുത്തരുടെ പാകത്തിന് ചേർക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. അപ്പം നമ്മുടെ ഈ പൊടികളുടെ ആ ഒരു പച്ചച്ചവ ഉണ്ടല്ലോ അതൊന്ന് മാറണം. ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് ഈ കുക്കറിനകത്തിരിക്കുന്ന പൊട്ടി
ഇല്ല അതങ്ങോട്ട് ആ അങ്ങോട്ട് പ്രഷറൊക്കെ പോകാൻ ശേഷം നമുക്ക് തോന്നും ഒരല്പം വെള്ളമുണ്ട് ആ വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ആ അപ്പം നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഈ പൊട്ടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു വർഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി നോക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതെല്ലാം ഈ മസാലയൊക്കെ നമ്മൾ ഈ പൊട്ടികളോട് പിടിക്കണം ആ രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഞാൻ മാറിച്ച് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് അടച്ചു വെക്കുകയാണ് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഈ മസാലയൊക്കെ ആ പൊട്ടിയെ പിടിക്കണം അപ്പോൾ ഇത് ഒരല്പ സമയം അതായത് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലൊന്നും ഇരിക്കട്ടെ തീ കൂട്ടി കൊടുക്കണ്ട ചെറിയ തീ തന്നെ വേണം ഇനിയും റെഡിയാക്കി എടുക്കുക ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലൊന്നും ഇരിക്കട്ടെ ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് നമ്മൾ ചെറിയ തീയിലൊന്ന് വെച്ചിരിക്കണം കാരണം ഇതിൻ്റെ അകത്ത് ഒരല്പം വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വറ്റുകയും ചെയ്യണം ആ മസാലയൊക്കെ ആ പൊട്ടിയെ പിടിക്കുകയും ചെയ്യണം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കും ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റി മണം നമുക്കൊരല്പം എടുത്ത് നോക്കാം ഉപ്പുണ്ടോന്നല്ലേ ഇപ്പോൾ എരിവോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ചാലെടുത്ത് നോക്കി ഒരു പൊട്ടിയുടെ പൊട്ടി വന്നിട്ടുണ്ടല്ലോ ഉപ്പ് വേണം അല്ലേ ഉപ്പ് വേണം ശാല ഉപ്പ് ഇട്ടുള്ളത് ഉപ്പ് വേണം നമുക്ക് ഉപ്പ് ഒരല്പം കുറവായിട്ട് തോന്നി ഒരല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ചതച്ച മുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടില്ല ആ ഇല്ല അപ്പോൾ അതിന് പകരം ചതച്ച എരിവുള്ള മുളക് പൊടി അപ്പോൾ എരിവൊക്കെ നമ്മുടെ പാകത്തിന് ചേർക്കാവുള്ളൂ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരല്പം എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം എണ്ണ കുറവുണ്ട് കാരണം ഇത് കറുത്ത് വരണമെങ്കിൽ ഒരല്പം എണ്ണ വേണം കഴിക്കട്ടെ ആ വഴി മതിയോ ആ മതി മതി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇത് ഫ്രൈ ആകണമെങ്കിൽ എണ്ണ വേണം ഇതിപ്പോൾ ഈ രീതിക്ക് വേണേലും ഉപയോഗിക്കാം അതല്ല ഇച്ചിരി നല്ല ഫ്രൈ ആകണം അതായത് നമുക്കറിയാമല്ലോ ഇത് കറുത്ത് ആ രീതിക്കാണെങ്കിൽ ഒരല്പ സമയം കൂടെ അടുപ്പത്ത് തന്നെ ഇരുന്നേരേ പറ്റുള്ളൂ അപ്പം ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് അതല്ല ഒരു കറുത്ത രീതിയിൽ ആ രീതി അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ ഒരല്പ സമയം ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം ഇപ്പോൾ നമ്മുടെ പോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട് ഈ അടുപ്പത്ത് ഇരിക്കും തോറും ഇത് കറുത്തോണ്ടേ ഇരിക്കും നമ്മൾ പറയത്തില്ലേ കൊതി ഊർന്ന വിഭവം എന്ന് തീർച്ചയായിട്ടും ഈ പോട്ടി ഫ്രൈ ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരും കാണും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ തുടക്കം തൊട്ട് ഇത് കറക്റ്റായിട്ട് കാണിച്ചു തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം നിങ്ങൾക്ക് ചെയ്തു നോക്കാം നല്ല കൊതി ഊർന്ന അടിപൊളിയായിട്ട് കേട്ടോ ഇനി അത് നിർത്തിയേക്കാം ഇനി ഇതങ്ങ് നിർത്തും ഇതങ്ങോട്ട് താഴത്ത് വെക്കാം അടുപ്പം മാറ്റട്ടെ ഇത് ഓപ്ഷനാണ് ഒരല്പം നാരങ്ങ നീരോടെ ഇതിന് മേളിലോട്ട് ഒഴിക്കുകയാണ് ആ ഒരു 3-4 ഇടിയപ്പം ഉണ്ട് പോട്ട് റെഡി ആയതിനു ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലേ ആ പോട്ടി കൂട്ടി ഇടിയപ്പം ആ പിന്നല്ലാതെ കഴിക്കാനിരിക്കും ആ കണ്ടിട്ട് കൊതി വരുന്നു ചെയ്തതാണേലും കൊതി വരുന്നുണ്ട് പച്ചമുളകോടെ വെക്കാം ആ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ കഴിക്കും ഞാൻ ആദ്യം നോക്കാം അല്ലേ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് പോട്ടിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നു നല്ല രുചിയുണ്ട് സൂപ്പർ ടേസ്റ്റാണോ നമ്മൾ ചെയ്തിട്ട് പറയാനൊന്നുമല്ല ഇത് പൊളിക്കും നിങ്ങളത് മേടിച്ച് ഇതേപോലെ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇറച്ചി കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും ഒത്തിരി എരിവുമില്ല എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ പിള്ളേർക്കൊക്കെ തിന്നാവുന്നവർക്കും വലിയവർക്കും ഒത്തിരി അല്ലേ കഴിക്കാൻ നല്ല രുചികരമായിട്ട് കേട്ടോ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അതങ്ങനെ വെച്ചുകൊണ്ടൊരു പ്രത്യേക ഇതുണ്ട് അല്ലേ സച്ച വെള്ളം തിളപ്പിച്ച് അത് ഊറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ നെയ്യും അടുക്കും എല്ലാം ടേസ്റ്റെല്ലാം പോവും ധൈര്യമായിട്ടുണ്ടാക്കി കേട്ടോ നല്ല രുചിയാണ് ഇനി ഒരു കാര്യം കൂടെ എന്നാ പറഞ്ഞു നിർത്താം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം ബൈ